എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു 6 വയസ്സുകാർ കൊച്ചിനെ ഒരുത്തൻ ചവിട്ടി കൊന്നു. ആ കൊച്ച് കയറി വന്നു വെള്ളത്തിൽ. 6 വയസ്സായ കുട്ടി. അവൻ പറയാൻ തന്നെ നരേറ്റ് ചെയ്ത് അങ്ങനെയാണെന്ന് പറയുന്നത്. എന്നിട്ട് അവൻ കയറി വന്ന് വീണ്ടും ചവിട്ടി താത്തിന്ന്. ഞാൻ ആ കൊച്ചിൻ്റെ അച്ഛനമ്മയും കാണാൻ പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഏത് സിനിമയിൽ നിന്ന് കിട്ടിയത് അവനത്? അതിന് സിനിമയിൽ ഉപയോഗിക്കും. അപ്പോൾ അത്രയും ഭീകരമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ തന്നെയാണ് നമ്മൾ നടക്കുന്നത്. പോലീസ് നല്ല ഇടിയിടിക്കണം, അല്ലാണ്ട് വേറെ വഴിയില്ല. സത്യമായിട്ടും പോലീസിനോടുള്ള ബഹുമാനം നമ്മുടെ പൊതുസമൂഹത്തിൽ ഇതിൻ്റെ ഇരട്ടിയാവണം. ആദ്യം ഒരു പേടിയുണ്ടായിരുന്നു ഒരു പോലീസ് ജീപ്പ് വരുമ്പോഴും പോലീസ് വരുമ്പോഴൊക്കെ. ഇപ്പോൾ ഇതുപോലെ ചെയ്യുന്നവനും ഒരു പ്രശ്നമില്ല. സുഖമായിട്ട് പോയിട്ട് എവിടെ സ്കൂളിൽ കൊടുക്കുന്നത് മറ്റേ പയറും കഞ്ഞിയോ, ജയിലിൽ കൊടുക്കുന്നത് ചിക്കനും ചപ്പാത്തിയോ. ഇതൊക്കെ ഞാൻ ഇതില്ല, ഇത് ഭയങ്കര വിഷയത്തിലോട്ടല്ലേ പോണത്. നിങ്ങൾക്ക് സെക്യൂരിറ്റി ആയിട്ട് നിങ്ങൾക്ക് ഒരു പെമ്മക്കളോ അമ്മക്കളോ ഉണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ. നമ്മളുടെ നിയമം ഇതിൻ്റെ ഇരട്ടി സ്ട്രോങ് ആവണം, തട്ടിക്കളയണം ഇങ്ങനെയുള്ളവന്മാരെയൊക്കെ. ഞാൻ ആ റിയാലിറ്റിയിൽ വിശ്വസിക്കുന്ന ആളാണ്. അതിപ്പോൾ എന്ത് തെറ്റായാലും മോശമായാലും. അതുകൊണ്ടാണ് എൻ്റെ പടത്തിൽ ഞാൻ ഇങ്ങനെ ചെയ്തൊരു പൊട്ടിച്ചാട്ടി കളഞ്ഞത്. പക്ഷേ ഇതെന്ത് ആരോടും അവരുടെ ഇമോഷന് വാല്യൂ ഇല്ലേ ഇങ്ങനെ സംഭവിക്കുന്നത്? പക്ഷേ അതിനെ അഡ്രസ്സ് ചെയ്യപ്പെടുന്നില്ല. പോലീസിലുള്ള പേടിയൊക്കെ കുറഞ്ഞ ആൾക്കാർക്ക് ഫോഴ്സിൽ. കാരണം ചില പോലീസുകാർക്ക് തൊടാൻ പാടില്ല, തൊട്ട് കഴിഞ്ഞാൽ കോടതി ചെല്ലുമ്പോൾ പ്രശ്നവും. അപ്പോൾ എൻ്റെ പൊന്ന് എങ്ങനെ എൻ്റെ ജോലി പോകും എന്നവർ ചിന്തിക്കും. അവർക്ക് അപ്പോൾ അതുപോലെ സിസ്റ്റം ഇനിയും ഓരോ പഞ്ചായത്തിലും പോലീസ് സ്റ്റേഷൻ കൊണ്ടുപോയിക്കണമെന്ന് ഞാൻ പറയാം. ഓരോ പഞ്ചായത്തിലും ഓരോ പോലീസ് സ്റ്റേഷൻ കൊടുത്ത് ഫോഴ്സിൽ. അല്ലാതെ ഇവിടെ എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റി? ക്രൈം റേറ്റ് ചെറുപ്പക്കാർ മുഴുവൻ ആ ഒരു വേറെ ലൈനിലോട്ട് പോയി ഇതിനെ അഡ്രസ്സ് ചെയ്യപ്പെടാതിരുന്നാൽ. ജോജു ഒരു സക്സസ്ഫുൾ പ്രൊഡ്യൂസറാണ്. പക്ഷെ പണിയിൽ ജോജു നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാ എഫേർട്ടും എടുത്തു. അതായത് അത് സിനിമ പൊട്ടിയിരുന്നെങ്കിൽ ഞാൻ തീർന്നേനെ എന്ന് പറഞ്ഞു. അപ്പൊ അതിൽ നിന്ന് ഉള്ള ഒരു ലെസൺ, അതായത് ഇനി അടുത്ത എടുക്കുമ്പോൾ പണി 2 ഇറക്കുമ്പം മുഴുവൻ ഇത് സാധനം ഇറക്കില്ല എന്നുള്ള ഒരു ഇതാണോ അതിൽ നിന്ന് കിട്ടിയ ഒരു? ഞാൻ വേറെ ആളുടെ പ്രൊഫഷനിലേ ജോലി ചെയ്യുള്ളൂ എന്ന് വെച്ചിട്ട് എനിക്ക് അത്രമാത്രം പണി പോലെ അത്രമാത്രം ഉറപ്പ്, അത് എന്നിലൊരു ഉറപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ചെയ്യാൻ പോവുള്ളൂ. അത് അല്ലെങ്കിൽ ആ ലാസ്റ്റ് സെക്കൻഡിൽ വരെ ഞാനത് വിട്ട് കളയും. ഒരു 0% ഡൗട്ട് വെച്ചിട്ട് ഞാനൊരു പടം ചെയ്യാൻ പോകില്ല. ഫുൾ റിസോഴ്സ് ഇട്ടിട്ടുള്ളൊരു കളിയില്ലേ? മീൻസ് അറിയില്ല. എൻ്റെ സ്വഭാവം വെച്ചിട്ട് ഞാൻ ജോസഫ് ചെയ്തപ്പോൾ അന്ന് ഞാൻ എല്ലാവരോടും പറഞ്ഞു, ഇനി എൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഞാൻ ഇനി ഇങ്ങനെ റിസ്ക് എടുക്കില്ലെന്ന് പറഞ്ഞു. പിറ്റേ വർഷം പുറഞ്ചൂല് ഞാൻ ആ റിസ്ക് എടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതപ്പം ഇങ്ങനെയല്ല ഒരു ക്യാരക്ടറിൻ്റെ ഭാഗമായിട്ട് വന്നുകൊണ്ടിരിക്കുക. അപ്പം അതിൻ്റെ പ്രശ്നങ്ങളുണ്ട്, അതിൻ്റെ സക്സസ്സും ഉണ്ട്. ബാലൻസ് ആക്കണം എന്നൊക്കെയാണ് ആഗ്രഹം. ഒരു സേഫ് സോണിൽ ഇരുന്നിട്ട് അറ്റ്ലീസ്റ്റ് ഫിനാൻഷ്യലി. സേഫ് സോൺ എന്ന് പറയുന്ന സാധനം നമ്മൾ റിസ്ക് എടുക്കാതിരിക്കണം ലൈഫിൽ. അതാണ് അതിൻ്റെ ഏറ്റവും ഇതായിട്ടുള്ള കാര്യം. ആർട്ടിസ്റ്റിക്കലി റിസ്ക് എടുക്കാം, ഫിനാൻഷ്യലി അറ്റ്ലീസ്റ്റ് കുറച്ച്. അല്ല, അതെൻ്റെ ചിന്ത എന്താണെന്ന് വെച്ചാൽ ഇപ്പം എനിക്കൊരു ഐഡിയ തോന്നി. ഞാനിപ്പോൾ ഒരാളുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അയാളത് റിജക്റ്റ് ചെയ്താൽ പിന്നെ ഞാൻ വേറെ ആളുടെ അടുത്ത് പോവില്ല. അപ്പം ഞാൻ ചിന്തിക്കും, ഈ ഐഡിയ ഞാൻ തന്നെ എക്സിക്യൂട്ട് ചെയ്യണതല്ലേ നല്ലത്. അങ്ങനെ പ്രൊഡ്യൂസറായ ഒരാളാണ് ഞാൻ. ഇപ്പോൾ ഡയറക്ടറുടെ ഒരു പടം ഒരിക്കലും പുറത്തൊരാളോട് പറഞ്ഞു ചിലപ്പോൾ അവരത് ചെയ്തോളണമെന്നില്ല. ഞാൻ ചെയ്ത ഏത് പടവും. അപ്പോൾ ഇതെല്ലാം നമ്മളുടെ ഒരു ആ സമയത്തൊരു ഡിസിഷനായിട്ട് എടുത്ത് പോകുന്നതാണ്. ജോജുവിൻ്റെ ഒരു കരിയറിൻ്റെ ജേർണി നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 10 കൊല്ലത്തോളം ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് അഭിനയിച്ച് അതിന് ചെറിയ ചെറിയ റോളുകൾ ചെയ്ത് ഇന്നൊരു പാൻ ഇന്ത്യ ഫിഗർ എന്ന് വേണമെങ്കിൽ പറയാവുന്ന രീതിയിൽ യു ഗ്രോൺ ദാറ്റ് ബിഗ്. തുടക്കകാലത്തിൽ ഡയലോഗ് പോലും കറക്റ്റായിട്ട് പറയാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു എന്ന് ഒരുപാട് സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. പ്രോബബ്ലി ജോജുവിൻ്റെ ഡിറ്റർമിനേഷൻ ആണോ ഇതിനൊരു കാരണം എന്ന് ചോദിച്ചപ്പോൾ ഒരിക്കൽ പറഞ്ഞത് എനിക്ക് എൻ്റെ ശരീരഭാരം പോലും ഡിറ്റർമൈൻഡ് ആയിട്ട് കുറയ്ക്കാൻ പറ്റുന്നില്ല. സോ അതിന് പല ഫാക്ടേഴ്സ് ഉണ്ടെന്ന്. എന്തൊക്കെയായിരിക്കും? ലക്കിൽ വിശ്വസിക്കുന്നുണ്ടോ? എൻ്റെ ഒരു ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു എന്താ പറയുക, എങ്ങനെ പറഞ്ഞു തുടങ്ങണത്, ഇതെല്ലാം എന്നെ സംബന്ധിച്ചൊരു സർവൈവലാണ്. എന്നെ സംബന്ധിച്ച് എൻ്റെ ആർട്ട് എന്ന് പറയുന്നത് എൻ്റെ ഒരു സർവൈവലാണ്. കാരണം ഞാൻ ആദ്യം സിനിമയിൽ അഭിനയിക്കണം എന്നുള്ളൊരു ആഗ്രഹം വരുന്ന സമയത്ത് ഞാൻ വളരെ ഒരു ഗ്രാമത്തിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ അവിടെ ഒരു സിനിമ നടൻ, ഇത് 94 ആദ്യമായിട്ട് ഞാൻ ലൊക്കേഷനിൽ പോകുന്നത്, 94. അവിടെ നിന്ന്
2000-ലാണ് ഞാൻ ആദ്യമായിട്ടൊരു ഡയലോഗ് പറയുന്നത്. അപ്പോൾ ഈ 94 തുടങ്ങിയിട്ട് ഈ 6 വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും അറിയില്ല നമുക്ക്. സിനിമ എന്ന് പറഞ്ഞാൽ മീഡിയ എന്താണെന്നോ ഇന്ന് ചിന്തിക്കുന്ന പോലെ ഒന്നും അല്ലല്ലോ അന്ന്. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ ഓരോ സ്റ്റേജിലും ഇതെങ്ങനെ സർവൈവ് ചെയ്യാം, അങ്ങനെയാണ് എൻ്റെ ലൈഫ് വരിക. അപ്പം ഞാനതിനെ എന്താ പറയുക, എൻ്റെ ആഗ്രഹവും പിന്നെ ഒരു പോയിന്റിലെത്തുമ്പോൾ ഈ ആഗ്രഹത്തിനേക്കാൾ ഉപരി നമ്മുടെ ഒരു ഇത് ഇപ്പോൾ ഇവിടെ വിജയങ്ങളുണ്ടെങ്കിൽ മാത്രമേ നിലനിൽപ്പുള്ളൂ. ഇപ്പോൾ നമ്മളുടെ ആർട്ട് വെച്ച് എങ്ങനെ സക്സസ് ഉണ്ടാക്കാൻ പറ്റും, അങ്ങനെയുള്ള ഒരുപാട് ചിന്തകൾ നടക്കുന്നുണ്ട്. ഇതിനെ പച്ചയ്ക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കലയുടെ ഉദാത്തമായ അങ്ങനെയൊന്നുമല്ല എൻ്റെ ഒരു ഭാഷ ഇപ്പം എൻ്റെ മനസ്സിൽ കിടക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം സിനിമ എന്ന് പറയുന്നതിനെക്കുറിച്ചുള്ളൊരു പഠനം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷെ അതിനെ ഞാൻ ഉപയോഗിക്കുന്നതെന്ന് പറയുന്നത് എൻ്റെ ഒരു സർവൈവലിന് വേണ്ടിയിട്ടെന്നുള്ള ലെവലിൽ, അല്ലാണ്ട് കംഫർട്ടബിളായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ ഒരു സമയത്ത് എനിക്ക് കിട്ടിയിട്ടില്ല, ഇപ്പോഴും ഇല്ല. ജോജുവിന് സിനിമ ഒരു പ്രൊഫഷൻ അല്ല. ഒബ്സർവ് ചെയ്യുമ്പോൾ ജോജു സിനിമയെ ഭയങ്കരമായി പ്രണയിക്കുകയും ഒരു ഒബ്സഷൻ പോലെ കൊണ്ടെടുക്കുകയും ചെയ്യുന്ന ഒരാളാണ്. എങ്ങനെ എവിടെ ഇതിൻ്റെ ഒരു തുടക്കം എവിടെയാണ്? അത് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് ഇതിനോടുള്ളൊരു ആഗ്രഹം തോന്നി തുടങ്ങിയത്. പിന്നെ നമുക്കത് നടന്മാരോട് സിനിമയോട് ഭയങ്കര ഒരു ഇതായി. അന്നത്തെ നായികമാരൊക്കെ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ, അവരെയൊക്കെ പ്രേമിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്നു. അല്ലെങ്കിൽ ഇതെൻ്റെ ചേട്ടനായിരുന്നെങ്കിൽ എന്ന് പറയുന്നൊരു പക്ക ഫാൻ ബോയ് ബേസ്ഡ് ആയിട്ടുള്ള ഒരാളാണ് ഞാൻ. ലാലേട്ടൻ, മമ്മൂക്ക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് ജയറാമേട്ടനോടൊക്കെ എനിക്ക് ഭയങ്കര ആരാധനയായിരുന്നു ഒരു സമയത്ത്. ഇപ്പം ഇല്ലെന്നല്ല എൻ്റെ അർത്ഥം. ഞാൻ പറഞ്ഞത് ഇപ്പോൾ ദിലീപ് ഏട്ടൻ അല്ലെങ്കിൽ അങ്ങനെ എൻ്റെ 90s കാലഘട്ടത്തിലുള്ള സിനിമകളോടും ഇതൊക്കെ അന്ന് നടന്മാരോടായിരുന്നു. പിന്നെ അത് നമ്മൾ ഇതിൻ്റെ ഒരു പഠനം തുടങ്ങുന്ന സമയത്ത് പതിയെ ഡയറക്ടേഴ്സിനോടായി. അസിസ്റ്റൻറ്റ് ഡയറക്ടറായ സമയം മുതൽ ഇതിൻ്റെ മെയിൻ ആൾ ഡയറക്ടറാണ് എന്നുള്ളൊരു ഇതിലോട്ടായി. അപ്പോഴും നമ്മൾ ഈ ആക്ടേഴ്സിനെ ഒബ്സർവ് ചെയ്യുന്നൊരു കാര്യമുണ്ട്. ഇങ്ങനെ ഓരോ ഘട്ടത്തിലും അഭിപ്രായങ്ങൾ മാറുന്നു. ഇപ്പോൾ ഇന്ന് പറയുന്ന ഈ ഒരു അഭിപ്രായം നാളെ ഞാൻ എൻ്റെ ഒരു പഠനം കൊണ്ട് തിരിച്ചറിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഈ സിസ്കൾ ടു MC² എന്ന് പറയുന്നു, നാളെ ഇനി ഒരാൾ വന്നിട്ട് പറയുകയാണ് തെളിയിക്കലല്ല, അതല്ല പറഞ്ഞാൽ നമ്മൾ പഴയത് പിടിച്ചുകൊണ്ടിരിക്കില്ലെന്ന് പറഞ്ഞ പോലെ നാളെയും നമ്മുടെ അഭിപ്രായങ്ങൾ മാറാണ്. ഇതൊരു ആർട്ടാണ്. ഇതിനെക്കുറിച്ചുള്ള അറിവില്ലായ്മ എന്നാണ് തുടങ്ങിയത്. അപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഈ ഭ്രാന്തമായൊരു ഇഷ്ടം മാത്രമായിരുന്നു കൈമുതൽ ആയിട്ടുണ്ടായിരുന്നത് കയ്യിൽ. ആ യാത്ര ഒരുപാട് ബുദ്ധിമുട്ടുകളിലൂടെ പോയിട്ടുണ്ടാവുമല്ലോ. എന്തായാലും ഗൈഡ് ലൈൻ ഇല്ലല്ലോ നമുക്ക്. ഇന്നത്തെ പോലത്തെ ഒരു ഗൈഡ് ലൈൻ ഇല്ല. അന്നെന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ ആദ്യ സിനിമയെ കുറിച്ച് ആലോചിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ പ്രൊഡക്ഷൻ കൺട്രോളറായിരുന്നു വലിയ ആൾ. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി അസോസിയേറ്റ് ഡയറക്ടറാണ് വലിയ ആൾ. അപ്പോഴും എൻ്റെ ബുദ്ധിയിൽ ഡയറക്ടറാണ് വലിയ ആളെന്ന് ചിന്തിച്ചില്ല. ആ ഡയറക്ടറാണ് മെയിൻ ആളെന്ന് അറിയാൻ തന്നെ ഞാൻ കുറേ സമയം എടുത്തു. ഞാൻ അവിടെ നിന്നാണ് വന്നത്, അത്രയും ബാക്കിൽ നിന്നാണ് വന്നത്, മനസ്സിലായോ? അപ്പോൾ ഇന്നതില്ല. ഇന്ന് അങ്ങനെ വലിയ സെലിബ്രിറ്റി സ്റ്റാറ്റസ് എന്ന് പറയുമ്പോൾ ഓൺലൈനിലുള്ള ആളുകളും പല ആളുകളും ഭയങ്കര സെലിബ്രിറ്റികളാണ് സിനിമ നടന്മാരെക്കാൾ വലുതായിട്ട്. അപ്പോൾ ഇപ്പോൾ നമുക്ക് പ്യുവർ ആർട്ട് കൊണ്ട് മാത്രമേ സർവൈവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതൊരു നല്ല കാര്യമാണ്. കാരണം പണ്ടത്തെ ആഗ്രഹം വെച്ച് നടന്ന ആരും ഇന്ന് സക്സസ് ആകാൻ പോകുന്നില്ല. ആ ആഗ്രഹത്തിൻ്റെ ഒപ്പം കൃത്യമായ പഠനവും ബുദ്ധിപൂർവമായ തീരുമാനങ്ങളിലൂടെ മാത്രമേ ഇന്ന് സിനിമയിൽ ഒരു സക്സസ് ഉണ്ടാക്കാൻ പറ്റൂ. സിനിമയിൽ അഭിനയിക്കുക എന്ന് പറയുന്നത് വലിയ വിഷയമുള്ള കേസൊന്നുമല്ല. കാരണം അതുകൊണ്ട് ജീവിക്കുക എന്ന് പറയുന്നത് വലിയ വിഷയമുള്ള കേസാണ്. അപ്പം എന്നെ സംബന്ധിച്ച് അതിനോടുള്ളൊരു സ്നേഹവും ഇതും ആ ആർട്ടും ഇത് ചില മണിക്കൂറുകളോളം നമുക്ക് ചിന്തിച്ചുകൊണ്ടിരിക്കാൻ പറ്റും ഒരു സിനിമയുടെ മാറ്റർ. ഇപ്പോൾ ഈ കമൽ സാറായിട്ടൊക്കെയുള്ള എനിക്ക് കിട്ടിയൊരു ഏറ്റവും വലിയ ഭംഗി, വെളുക്കിന് 3 മണി 4 മണി വരെയൊക്കെ നമ്മൾ സംസാരിച്ചിരുന്നിട്ടുണ്ട്. സിനിമ മാത്രം, ബോറടി ഇല്ലാതെ പല പല കാര്യങ്ങളും സിനിമയെക്കുറിച്ച് മാത്രം, പല സിനിമകൾ, പിന്നെ സിനിമയിൽ വരുന്ന മാറ്റങ്ങൾ, അത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അതെനിക്കും അറിയുന്ന ആൾക്കാരോട് സംസാരിച്ചുകൊണ്ടിരിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അതെൻ്റെ ഒരു ഒബ്സഷനാണ്. എനിക്ക് വേറെ പ്രത്യേകിച്ച് ഒന്നും അറിയില്ല. ബാക്കി വൃത്തിക്ക് ഒരു വണ്ടി ഓടിക്കുന്ന കാര്യം വരെ ചിലപ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ വണ്ടിയിലിരുന്നാൽ പോലും കംഫർട്ടബിളായിട്ട് ഇരിക്കില്ല. ഒരു സിനിമയിൽ ഞാൻ വർക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവർ എന്നോട് കംഫർട്ടബിൾ ആവാം. അതുമാത്രമാണ് എനിക്കും എൻ്റെ ഒരു ക്രെഡിറ്റായിട്ട് പറയാൻ പറ്റുന്നത്. ഈ പഠനം എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? അതായത് സിനിമയെക്കുറിച്ചുള്ള പഠനം എന്ന് പറയുന്നത് അല്ലെങ്കിൽ പെർഫോമൻസിനെ കുറിച്ചിട്ടാണോ, അതോ ഓവറോൾ ഒരു സിനിമയുടെ കമേഴ്ഷ്യൽ? കാരണം പ്രൊഡ്യൂസറും കൂടെയാണ്, ഇപ്പോൾ ഡയറക്ഷനും കൂടെ ഫോക്കസ് ചെയ്യുന്നുണ്ട്.
അപ്പോൾ ഈ പഠനം എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിച്ചത്? അത് വലിയൊരു ചോദ്യമാണ്. കാരണം എന്താണ് പഠിക്കേണ്ടതെന്ന് പലർക്കും അറിയില്ല. അത് ഞാനും അങ്ങനെ ഒരു ഘട്ടത്തിലുണ്ടായിരുന്നു. പഠിക്കാമെന്ന് എന്നോട് പറയുന്നത്, നിങ്ങൾ പഠിക്കൂ എന്ന് പറയുമ്പോൾ എന്താണ് പഠിക്കേണ്ടതെന്ന് അറിയാത്തൊരവസ്ഥ ഭീകരമാണ് സിനിമയിലൂടെ ട്രാവൽ ചെയ്യുമ്പോൾ. അത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചുള്ള പഠനമാണ്. എനിക്ക് നല്ലൊരു നടനാവണം, അല്ലെങ്കിൽ എനിക്കൊരു നാഷണൽ അവാർഡ് വാങ്ങണം എന്നുണ്ടെങ്കിൽ ഞാൻ ഇതിനു മുമ്പ് നാഷണൽ അവാർഡ് വാങ്ങിയിട്ടുള്ള നടന്മാരുടെ പെർഫോമൻസിനെ കുറിച്ച് എനിക്കൊരു ധാരണ ഉണ്ടാവണം. അതെങ്ങനെ എനിക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചിട്ട് കൃത്യമായ പഠനം ആവശ്യമാണ്. പഠനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബുക്ക് വായിക്കുക എന്നുള്ളതല്ല, ഇൻഫോർമേഷൻസാണ്. കാരണം ഒരു ഇമോഷൻ റീക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു സീൻ നരേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു സീൻ ഡയറക്റ്റ് ചെയ്യുക. എന്നെ സംബന്ധിച്ച് ഓൾ ടുഗദറാണ്. ഞാൻ സിനിമയുടെ എല്ലാ വശങ്ങളും പഠിക്കുന്ന ഒരാളാണ്. ടെക്നിക്കലായാലും അതെല്ലാം വർത്താനമല്ല. അതുകൊണ്ടാണ് എനിക്കൊരു പടം ഇൻഡിപെൻഡൻ്റായിട്ട് ഡയറക്റ്റ് ചെയ്യാൻ പറ്റിയെന്ന് പറയാൻ പറ്റും. അത് കാരണം ഒരുപക്ഷെ ഞാൻ ആ സിനിമ ചെയ്യുന്ന സമയത്ത് പുറത്തുനിന്നുള്ള ആളുകൾ സിനിമ കണ്ടതിന് ശേഷം എന്നെ വിളിച്ച് പറഞ്ഞു, ഈ സിനിമയുടെ ഷൂട്ട് നടക്കുന്ന സമയത്ത് ഞാൻ കേട്ടത് ജോജുവിൻ്റെ കിളി പോയി, ജോജു അവിടെ അങ്ങനെയാണ് ചെയ്യുന്നത്, ഇങ്ങനെയാണ് ചെയ്യുന്നത്, അപ്പം ഇയാൾക്ക് വല്ല പ്രാന്തുണ്ടോ? ശരിക്കും പ്രാന്താണ്. കാരണം കരിയറിൻ്റെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് സിനിമ ഡയറക്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? പലതും ചെയ്ത ആളുകൾ സിനിമ കണ്ട് എന്നോട് പറഞ്ഞു അവർക്ക് സിനിമ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ട് കേട്ടോ, അത് ഓഫ് കോഴ്സ്. അപ്പോൾ അന്ന് എന്തുകൊണ്ട് അതങ്ങനെ പലർക്കും അങ്ങനെ തോന്നുകയും എൻ്റെ കിളി പോയെന്ന് തോന്നുകയും അതുപോലെ ഞാൻ ചെയ്തത് ശരിയല്ല എന്ന് തോന്നുകയും ഒക്കെ ചെയ്ത ആൾക്കാർ ഒരുപാട് പേരുണ്ട്. എൻ്റെ കൂടെ വർക്ക് ചെയ്തവരുണ്ടാവുന്നുണ്ട്. അത് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിട്ടുണ്ടാവും. പക്ഷേ ഞാൻ എങ്ങനെ സസ്റ്റെയിൻ ചെയ്യുന്നു വെച്ചാൽ ഈ പഠനം ഞാൻ പഠിച്ചതും അതിനെക്കുറിച്ചിട്ടുള്ളൊരു അറിവ് കൊണ്ട് മാത്രം നിലനിന്നതാണ് ഞാൻ. ആക്ച്വലി അതില്ലായിരുന്നുവെങ്കിൽ ഞാൻ അവിടെ പൊട്ടിപ്പോയാൽ. ആ ഒരു ബാക്കില്ല, ആഗ്രഹം മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇറങ്ങിത്തിരിക്കാൻ പറ്റുന്നൊരു ഫീൽഡല്ല. കാരണം നിങ്ങളിപ്പം നമ്മുടെ സൊസൈറ്റിയിൽ എടുത്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെലിബ്രിറ്റീസിൻ്റെ എണ്ണം, ഒരു ആക്ടർ അല്ലെങ്കിൽ ആർട്ടിസ്റ്റിൻ്റെ എണ്ണം നോക്കുമ്പോൾ വളരെ കുറവായിരിക്കും അല്ലേ? പക്ഷെ ഒരു ഡോക്ടറെ നോക്കുമ്പോൾ അത്രയും ഉണ്ടാവും. ഇനി ഒരു ഡ്രൈവറെ നോക്കിയാൽ അതിലും കൂടുതലുണ്ടാവും. പക്ഷെ ഒരു ഡ്രൈവർ ആവണമെങ്കിൽ ഒരു പ്രൊസീജിയറുണ്ട്. ലേണേഴ്സ് എടുക്കണം, ഡ്രൈവിംഗ് പഠിക്കണം, ഓടി ട്രെയിൻഡ് ആവണം, അയാൾ പ്രൂവ് ചെയ്തിട്ട് ഒരു ഡ്രൈവർ ആവുന്നത്. ഡോക്ടർ ആവണമെങ്കിൽ 5 വർഷം പഠിക്കണം, പിന്നെ സ്പെഷ്യലൈസ് ചെയ്യണം. അപ്പോഴും എണ്ണം കുറവുള്ളത്. ഈ പ്രൊഫഷന് വാല്യൂ കൽപ്പിക്കണം എന്നുള്ളത് വലിയൊരു കാര്യമാണ്. എനിക്ക് ആ നടനാണ് ഈസിയായിട്ട് പോയിട്ട് അങ്ങനെ ഒരാൾക്കും ആവാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഭയങ്കര കാര്യഗൗരവത്തിലെടുത്ത് നീങ്ങേണ്ടതാണ്. ഇപ്പോൾ നമ്മളിപ്പം എറണാകുളത്തും ഇരിക്കുവാൻ്റെ മെസ്സേജുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചേട്ടൻ ഒന്ന് കണ്ണടച്ചാൽ ഞങ്ങൾ രക്ഷപ്പെടും എന്ന് പറഞ്ഞ മെസ്സേജാണ്. അഭിനയത്തിന് ചാൻസ് ചോദിച്ചു വരും എൻ്റെ അടുത്ത്, നിങ്ങളിങ്ങനെ വന്നതല്ലേ. അപ്പോൾ ഇവർക്ക് ആ ചോദ്യത്തിൽ തന്നെ അവരുടെ അറിവില്ലായ്മയുണ്ട്. കാരണം അങ്ങനെ ഒരാളെ നടനമൊന്നും ആക്കാൻ പറ്റത്തൊന്നുമില്ല. അവരിൽ അതിൻ്റെ ഒരു ക്രാഫ്റ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അവരത് കാണിക്കാൻ ഇന്ന് കാണുന്ന ഓൺലൈനും OTT, ഇപ്പോൾ ഞാനൊക്കെ കാസ്റ്റ് ചെയ്തത് പലതും ഓൺലൈനിലുള്ള റെഫറൻസുകൾ വെച്ചിട്ടാണ്. അപ്പോൾ അവരുടെ ക്രാഫ്റ്റ് അവർ കാണിക്കാൻ പറ്റിയാൽ അവർക്ക് ഇതാവും. പക്ഷേ ഈ ആഗ്രഹം വെച്ചിട്ട് പഴയ പോലെ വന്നു കഴിഞ്ഞാൽ ചിലപ്പം പരിപാടി വർക്കൗട്ടാവുമെന്ന് തോന്നുന്നില്ല.